ഈ വികസന രേഖ ഞാൻ ഒരിക്കലും സ്വാഗതം ചെയ്യില്ല. ഒരു ആത്മാർത്ഥതയുമില്ലാത്തതാണ്. ആത്മാർത്ഥതയോടുകൂടിയാണെങ്കിൽ കഴിഞ്ഞ കാലത്തെ തെറ്റുകൾക്ക് ജനങ്ങളോട് മാപ്പ് പറഞ്ഞുകൊണ്ടായിരിക്കണം നമ്മൾ സ്വീകരിക്കുന്നത്. അല്ല, അതാണെന്ന് പറയണം. ഞാൻ പറഞ്ഞല്ലോ, ADB ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ നിന്ന് മോഡേണൈസേഷന് വേണ്ടി ഫണ്ട് വാങ്ങിച്ച ഉദ്യോഗസ്ഥനെ കരണക്കുറ്റിക്ക് അടിച്ച് പുറത്താക്കുമെന്ന് പറഞ്ഞ VS, ആ ഉദ്യോഗസ്ഥനെ ഇരട്ടി ശമ്പളത്തിൽ നിയമിക്കുന്ന പിണറായി വിജയൻ. ഇതാണ് ഈ വ്യത്യാസം. അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് കാലത്ത് നടപ്പാക്കിയ അതേ വികസന സമീപനമാണ് ഇപ്പോൾ കൈക്കൊള്ളുന്നത്. ഇന്ത്യയിലെ പാവപ്പെട്ടവന്റെയും തൊഴിലാളികളുടെയും സാധാരണക്കാരനും ഇത് ദോഷകരമാണ് എന്ന് പറഞ്ഞ് 3.5 പതിറ്റാണ്ട് കാലം സമരം നടത്തി ആളുകളാണ് ഇപ്പോൾ ഞങ്ങളുടെ പാതയിലേക്ക് വന്നിരിക്കുന്നത്. പഴയ കാലത്ത് ട്രാക്ടറിനെതിരെയും കമ്പ്യൂട്ടറിനെതിരെയും സമരം ചെയ്ത് പിന്നീട് തെറ്റാണെന്ന് പറഞ്ഞവർ ഇതേ രീതിയാണ് ഇപ്പോഴും പിന്തുടരുന്നത്. സ്വാഗതം ചെയ്യാന്നുള്ളതല്ലോ. ഇത് കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൽ ഒരു നയം നയരേഖ അവതരിപ്പിക്കുകയുണ്ടായി. ആ നയരേഖ കൊണ്ട് എന്ത് മാറ്റം ഇവിടെ ഉണ്ടായി? കൊല്ലത്ത് അവതരിപ്പിച്ച ഈ നയരേഖ കൊണ്ടും കേരളത്തിൽ ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. അഴിമതിയിൽ സ്വജനപക്ഷപാതത്തിൽ മുങ്ങിത്താണുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റാണിത്. ഈ ഗവൺമെന്റിന് ജനങ്ങൾക്ക് ഒരു പ്രതീക്ഷയുമില്ല. അപ്പോൾ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വികസനത്തിന് വേണ്ടി നിൽക്കുന്നു എന്ന് വരുത്തി സർക്കാർ ശ്രമിക്കുന്നത്. വികസനം എന്ന് പറയുന്നത് ആർക്ക് വേണ്ടിയാണ്? ഇന്ത്യ സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ടവന് വേണ്ടിയാണ് വികസനം ഉണ്ടാകുന്നത്. ഇവിടെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ഗ്രാന്റ് പോലും വെട്ടിക്കുറച്ചു, ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയ പണം പോലും വെട്ടിക്കുറച്ചു. അങ്ങനെയാണോ ഇവിടെ വികസനം നടത്തേണ്ടത്? സമൂഹത്തിലെ ഏറ്റവും ദുർബലത അനുഭവിക്കുന്ന പട്ടികജാതിക്കാർ, പട്ടികവർഗക്കാർ, തൊഴിലാളികൾ, ഇവർക്ക് വേണ്ടി മാറ്റിവെക്കപ്പെട്ടിട്ടുള്ള ബഡ്ജറ്റ് തുക പോലും പകുതിയിലേറെ വെട്ടിക്കുറയ്ക്കുകയാണ്. അപ്പോൾ വികസനം ആർക്ക് വേണ്ടിയാകണം? സമൂഹത്തിൽ ഏറ്റവും ദുർബലത അനുഭവിക്കുന്നവർക്ക് വേണ്ടിയാകണം വികസനം. അതാണ് ഞാൻ പറഞ്ഞ കയത്തൊഴിലാളികൾ, കശുവണ്ടി തൊഴിലാളികൾ, ബീഡി തൊഴിലാളികൾ, അവരൊക്കെ ഇത് പട്ടിണിയിലാണ്. അവരെ പറ്റി ചിന്തിക്കുന്നില്ലല്ലോ ഗവൺമെന്റ്. അവിടെയാണ് ഇതിന് അടിസ്ഥാനപരമായ പ്രശ്നം. അല്ല, കഴിഞ്ഞ തവണ ഇതുപോലെ തന്നെ ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടി നയരേഖ കൊണ്ടുവന്നു, ഒന്നും നടപ്പായില്ല. അതുകൊണ്ടാണ് ഞാൻ സ്വാഗതം ചെയ്യാതിരിക്കുന്നത്. ഇത് കാപട്യമാണ്. ഇതിന്റെ പേരിൽ ഒരു അധികാരത്തിൽ വീണ്ടും തുടരാൻ കഴിയുമോ എന്നുള്ള തെറ്റായ ചിന്തയാണ്. കേരളത്തിൽ ഏതായാലും തുടർഭരണം ഇനി ഉണ്ടാകാൻ പോകുന്നില്ല. കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ തന്നെ മടുത്തിരിക്കുന്നു. കേരളത്തിൽ ഒരു തുടർഭരണം ഉണ്ടാകാൻ പോകും. തുടർഭരണത്തിന്റെ ദുരന്തം കേരളം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ ഒരു അവസരത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്.